ജീവനോടുയർത്തവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ജീവന്റെ ആധാരമേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ജീവനോടുയർത്തവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ജീവന്റെ ആധാരമേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. മരണത്തെ ജയിച്ചവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. പാതാളം ജയിച്ചവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ജീസസ് ഈസ് അലൈവ്, ജീസസ് ഈസ് റിയൽ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശു ക്രിസ്തു വാസ്തവമാണ്. ഒരു ഈസ്റ്റർ ദിവസത്തിൽ അമേരിക്കൻ ഒരു വലിയ പട്ടണത്തിൽ കടകളെല്ലാം ഇങ്ങനെ അടഞ്ഞു കിടക്കുമ്പോൾ ഈ പട്ടണത്തിന്റെ നടുവിൽ ഒരു കടയുടെ മുൻപിലായി ഒരു തെരുവ് ബാലൻ ആ കടയ്ക്കുള്ളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച ഒരു മാന്യനായ മനുഷ്യൻ കാണുന്നു. അദ്ദേഹം അരികിൽ വന്ന് അവനോട് ചോദിച്ചു, നീ എന്താണ് ആ കടയ്ക്കുള്ളിലേക്ക് തുറിച്ചു നോക്കുന്നത്? കുഞ്ഞു പറഞ്ഞു, ഞാൻ ഈ കടയ്ക്കുള്ളിൽ ഒരു ചിത്രം കാണുകയായിരുന്നു. എന്താണ് ആ ചിത്രം? അത് യേശു ക്രിസ്തു കുരിശിൽ കിടക്കുന്നതാണ്. ആ യേശുവിൻ്റെ കുരിശിന് ചുവട്ടിലിരിക്കുന്നത് യേശുവിൻ്റെ അമ്മ മറിയയുടെ ചിത്രമാണ്. യേശു മുഴുലോകത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയേറ്റു, കാൽവറിയിൽ മരിച്ചു എന്നീ കുഞ്ഞു പറഞ്ഞു. ഈ യാത്രക്കാരൻ അവിടെ നടന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഈ കുഞ്ഞ് പുറകെ ഓടിച്ചെന്ന് യാത്രക്കാരനോട് പറയുകയാണ്, അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ആ മരിച്ച യേശു, ക്രൂശിൽ മരിച്ച യേശു 3-ാം ദിവസം പ്രഭാതത്തിൽ കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പാപത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് മരണത്തെ ജയിച്ച്, മരണമേ നിൻ്റെ വിഷമുള്ള എവിടെയെന്ന് ചോദിച്ച് മരണത്തിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്കായി ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എവിടേക്കാണ് പോയത്? പീലാത്തോസിൻ്റെ അടുത്തേക്കല്ല പോയത്. യേശു ക്രിസ്തു പോയത് മറ്റ് ആരുടെയും അടുത്തേക്കല്ല. തന്നെ കുന്തം കൊണ്ട് കുത്തിയ പടയാളുടെ അടുത്തേക്കോ കാർക്കിച്ചു തുപ്പിയ ആളുടെ അടുത്തേക്കോ അല്ല പോയത്. പകരം പേടിച്ച്, ഇവിടെ പറയാണ്, ആഴ്ചവട്ടത്തിന് 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ, ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഇനി മുമ്പോട്ട് എങ്ങനെ പോകുമെന്ന് ഭയത്തോടിരുന്ന ശിഷ്യന്മാരുടെ നടുവിലാണ് യേശു വന്ന് നിന്നത്. നേരം വൈകി, അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. ആ സമയത്ത് യേശു അവിടെ വന്നിട്ട് പറയുകയാണ്, പേടിച്ച് വാതിലടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് സമാധാനം. ജയാളിയായ യേശു വന്ന് തന്നെ ഉപദ്രവിച്ചവരുടെ മുമ്പിലല്ല വന്ന് ജയം ഘോഷിച്ചത്. ഭയന്നിരുന്ന, ആവശ്യബോധത്തോടു കൂടെ ഇരുന്ന അവരുടെ നടുവിൽ വന്നുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് സമാധാനം.
ഇങ്ങനെ അസമാധാനത്തോടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾക്കൊരു സമാധാനത്തിൻ്റെ വാർത്തയുണ്ട്. യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നാം ലോകം കണ്ട എല്ലാ മഹാന്മാരുടെ കല്ലറകളും ഇന്നും അടഞ്ഞു കിടക്കുന്നു. ഇങ്ങനൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത്, യേശു ക്രിസ്തുവിനെ കല്ലറയിൽ അടക്കം ചെയ്യുമ്പോൾ ആ പിശാചിൻ്റെ രാജ്യത്ത് വലിയൊരു പാർട്ടി നടന്നു എന്നാണ് പറയുന്നത്. പിശാച് പറഞ്ഞു, നമ്മുടെ വലിയ തലവേദനയായിരുന്ന, നമുക്ക് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന യേശുവിനെ ക്രൂശിച്ചതോടുകൂടെ നമുക്കിനി സമാധാനത്തോടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ അവർ വലിയൊരു പാർട്ടി സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞു. പിശാചിന് നേതാക്കന്മാരെല്ലാം അവിടെ കൂടി. ഈ സെയിം സമയത്തെ കല്ലറയ്ക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി ചില പിശാചുക്കളെ കല്ലറയെ അടച്ചു വെക്കത്തൊക്കെ ഏൽപ്പിക്കുകയും ചുമതല ഏൽപ്പിച്ചു. അപ്പോൾ ഈ പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പം കല്ലറയ്ക്ക് നിന്ന പിശാചുക്കൾ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്, ഇവിടെ ഈ കല്ലറ ഇവൻ മരണത്തെ ജയിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് കല്ലറയ്ക്ക് ഉറപ്പ് കൂടുതൽ വരുത്തണമെന്ന് പറയുമ്പം പിശാചിൻ്റെ നേതാവ് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്, ഒരിക്കലുമില്ല, നാം ലോകം കണ്ട എല്ലാ മഹാന്മാരുടെ കല്ലറയും അടഞ്ഞു കിടക്കുകയാണ്. ആരും മരണത്തെ ജയിച്ച് ഉയർത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. വലിയ രാജാക്കന്മാർ മണ്ണടിഞ്ഞു പോയി, അവരാരും ഇതുവരെ ഉയർത്തെഴുന്നിട്ടില്ലെന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി പിശാചു വന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്, ഇവൻ ജീവനോടെ ഇരുന്നപ്പോൾ മരിച്ച് 4 ദിവസം കല്ലറയിലായിരുന്നവനെ ഉയർപ്പിച്ചു കൊണ്ടുവന്നവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയാ കഥ പറയുന്നത്. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കല്ലറയുടെ അകത്തുനിന്ന് എന്തൊരു ശക്തി വന്നു. ഇവർ വിളിച്ചു പറയുന്നുണ്ട്, ഈ കല്ലറ ഞങ്ങൾക്ക് താങ്ങി നിർത്താൻ കഴിയുന്നില്ല, കല്ലറ ഇതാ തുറന്നു വരികയാണ്. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയ ശബ്ദത്തോടുകൂടെ കല്ലറയെ ഭേദിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നു. ഈ സുവിശേഷം 20-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയാണ്, ആഴ്ചവട്ട 1 നാൾ നേരം ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ കല്ലറക്കൽ ചെല്ലുമ്പോൾ കല്ലറ വാതിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ഈ കല്ല് തങ്ങൾക്ക് വേണ്ടി ആരുരുട്ടി മാറ്റുമെന്നുള്ളൊരു ഭയത്തോടെയാണ് സ്ത്രീകൾ കല്ലറക്കൽ ചേർന്നത്. നിങ്ങളേതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ മുമ്പിലെ വിഷയത്തിൻ്റെ ആ ഭാരം അതാര് മാറ്റുമെന്ന് ഭാരത്തോടാണ് കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. യേശു കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഈ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്. അവൻ്റെ അടിപ്പിണരാൽ വിടുതലുണ്ട്. വിശ്വസിക്കുക. നിങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കുന്നെങ്കിലും പേടിച്ച് നിങ്ങൾ വാതിലടച്ചിരിക്കുന്നെങ്കിൽ വാതിൽ അടഞ്ഞിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നടുവിൽ യേശുവിന് വരാൻ കഴിയും. നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ വാതിലുകൾ അടഞ്ഞായിരിക്കും ഇരിക്കും. നിങ്ങളുടെ ഇരുവശങ്ങളിലും പുറകിലും എല്ലാ വിധത്തിലും നിങ്ങൾ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ അടച്ചു പൂട്ടിയെങ്കിൽ, പിശാച് അടച്ചു പൂട്ടിയെങ്കിൽ, ഇതൊരു സന്തോഷത്തിൻ്റെ വാർത്തയുണ്ട്. ഉയരത്തിൽ നിന്ന് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത പിതാവിലേക്കൊരു വഴി, വാതിൽ യേശു മുഖാന്തരം തുറക്കപ്പെട്ടിരിക്കുന്നു. യേശുവേ എന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിന്ന് വിശ്വാസത്തോടെ വിളിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആർക്കും തരാൻ കഴിയാത്ത ദിവ്യ സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. ആർക്കും സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗങ്ങൾക്ക് നിങ്ങൾക്ക് ശമനം ലഭിക്കും. ഏത് വിഷയത്താലാണോ, ഏത് ശാപത്താലാണോ, അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ തരാൻ യേശു ക്രിസ്തു ജീവനോടെ ഇന്നുണ്ട്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശുവിൻ്റെ ജനനത്തിൽ തന്നെ ദൂതന്മാരതാണ് പറഞ്ഞത്, സർവ്വജനത്തിനുമുള്ള ഒരു മഹാസന്തോഷം. യേശുവിൻ്റെ ജനനം ഒരു സന്തോഷമായിരുന്നു. യേശു മരിച്ചത് മാനവരാശിയുടെ സന്തോഷത്തിൻ്റെ ദിനമാണ്. കാരണം നാം ഇനിയും മരിക്കേണ്ടതില്ല. യേശു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു. എന്നേക്കുമായി മരണത്തെ ജയിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നിങ്ങളിനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടിയാ മരിച്ചു, അടക്കപ്പെട്ട്
ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നെന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം അത്ഭുതമായി മാറും. വിശ്വസിക്കാൻ തയ്യാറായാൽ അവിടെ വിശ്വസിക്കുന്ന മാത്രമേ നിങ്ങൾ ഇരിക്കുന്ന മുറിയിലിരുന്ന് വിശ്വാസത്തോടെ യേശുവേ എന്ന് വിളിച്ചാൽ നിങ്ങളുടെ രോഗക്കിടക്കരികിൽ എല്ലാം അടഞ്ഞിരിക്കുന്നെങ്കിൽ, എല്ലാം അസാധ്യതയായിരിക്കുന്നെങ്കിൽ, മരണം മുഖാമുഖമായി കണ്ടിരിക്കുന്നെങ്കിൽ ആ രോഗക്കിടക്കയുടെ അരികിൽ ഇന്നിപ്പോൾ യേശു ഇറങ്ങി വരും, നിങ്ങളെ സൗഖ്യമാക്കും, വിടുവിക്കും. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുനരുത്ഥാന ശക്തി, യേശു ക്രിസ്തുവിനെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തി ഇന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. ഇവരുടെ വിഷയങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിടുതലാകട്ടെ. രോഗബന്ധനങ്ങൾ ഇന്ന് അഴിഞ്ഞു മാറട്ടെ. കർത്താവിൻ്റെ അത്ഭുതകരം ഇവരെ സ്പർശിക്കട്ടെ. കർത്താവ് വലിയ ഹൃദയ സമാധാനം ഇവർക്കുണ്ടാവട്ടെ. അത്ഭുതകരമായ വിടുതൽ യേശുവിൻ നാമത്തിൽ ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ജീവനോടുയർത്തവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ജീവന്റെ ആധാരമേ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. മരണത്തെ ജയിച്ചവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. പാതാളം ജയിച്ചവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു.